ട്രിപ്പ് പോകാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതുവരെ പ്ലാൻ സക്സസ്ഫുൾ ആവാത്ത ആളാണോ നിങ്ങൾ? ഇനിയിപ്പോൾ എവിടെ ട്രിപ്പ് പോകണമെന്ന് ഒരു ഐഡിയയും കിട്ടാതെ ഇരിക്കുന്ന ആളാണോ നിങ്ങൾ? കോളേജ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റിനറി തപ്പുന്ന ആളാണോ നിങ്ങൾ? ദെൻ യു ആർ ഹിയർ അറ്റ് ദ റൈറ്റ് പ്ലേസ്. ഈ ട്രിപ്പിന് വി സ്പെൻഡ് അറൌണ്ട് 5 to 7K. വിശ്വസിക്കാൻ പറ്റുമോ? യു ഹേർഡ് മീ റൈറ്റ്. Hello all, welcome back to my YouTube channel. This is me, Amrita. So today I'll be sharing with you the complete Goa itinerary. So this video will have the budget breakdown, places we visited, food spots, stay, and കുറച്ച് കാര്യങ്ങൾ that I would like to share with you guys. So I will be dividing this video into 3 parts. Day 1, 2 and 3. Day 1 and 2 will be of North Goa. Day 3 will be of South Goa. So what are we waiting for? Let's get back to it. കോളേജ് എന്ന് പറയുമ്പോൾ അതിൽ മസ്റ്റായിട്ട് വരുന്നൊരു കാര്യമല്ലേ ഗോവ ട്രിപ്പ്. അതില്ലാതെ എന്ത് കോളേജ് ലൈഫ് അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും പ്ലാൻ ചെയ്തു ഗോവ ട്രിപ്പ്. കുറേ ഡിസ്കഷൻസ് ഒക്കെ ചെയ്തു, എന്നിട്ട് നമ്മൾ ഐറ്റിനറി സെറ്റാക്കി. ആൻഡ് ഒഫീഷ്യലി ഫോർ എസ് ഗോവ ഈസ് ഓൺ എന്ന മൈൻഡായി. Our trip is from Manipal to Goa. ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കയറിയ നമ്മൾ ഏകദേശം 6 hours എടുത്തു ഗോവ തിവിം സ്റ്റേഷനിലെത്താൻ. ആൻഡ് അവർ ട്രെയിൻ ടിക്കറ്റ് വാസ് 160 rupees per person. തിവിം റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ടാക്സി എടുത്തു. ആൻഡ് ഇൻ ആർ ഒപ്പീനിയൻ ടാക്സി വാസ് എക്സ്പെൻസീവ് ഫോർ എസ് ബിക്കോസ് നമ്മളുടെ ഡിസ്റ്റൻസ് ഫ്രം തിവിം റെയിൽവേ സ്റ്റേഷൻ ടു അവർ ഹോം സ്റ്റേ വാസ് 20 kilometers. And it costed us around 1,100 rupees. അങ്ങനെ ടാക്സി എടുത്ത് നമ്മൾ വിട്ടു നേരെ നമ്മൾ ഹോം സ്റ്റേയിലോട്ട്. ഷെല്ലീസ് ഹൈഡ് ഔട്ട്. ദിസ് ഈസ് ഷെല്ലീസ് ഹൈഡ് ഔട്ട്. അത്യാവശ്യം നല്ല പ്ലേസാണ്, നല്ല കാം ആൻഡ് ക്വയറ്റ്. ആൻഡ് ഇറ്റ്സ് എ ക്യൂട്ട് റൂം വിത്ത് ഓൾ ദ അമ്യൂണിറ്റീസ് റിക്വയർഡ്. ഇറ്റ് ഹാസ് AC, ബെഡ്റൂം, TV ആൻഡ് എ ഗുഡ് വാഷ്റൂം. ഷെല്ലീസ് ഹൈഡ് ഔട്ട് ഒരു വളരെ നല്ല പ്ലേസ് ആയിരുന്നു. അവിടുത്തെ അമ്യൂണിറ്റീസ് ആണെങ്കിലും ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. ലൈക്ക് നമ്മൾ 2 daysന് 3 bedrooms ആണ് എടുത്തത്. സോ ഇറ്റ് കോസ്റ്റഡ് us around 3,600, which is very affordable. ആൻഡ് അവിടുത്തെ ഓണറും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പുള്ളിക്കാരൻ തന്നെയാണ് നമുക്ക് ക്യാബൊക്കെ സെറ്റ് ചെയ്ത് തന്നത്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു സ്റ്റേ ഇൻ ഷെല്ലീസ് ഹൈഡ് ഔട്ട്, ഗോ ഫോർ ഇറ്റ്. ഗോ ടു ഗുഡ് പ്ലേസ്. നമ്മൾ ലഗേജൊക്കെ വെച്ചിട്ട് ഫ്രഷനപ്പ് ആയിട്ട് വി വെന്റ് ടു ഹാവ് അവർ ലഞ്ച്. ദിസ് ഈസ് ക്രേസി ക്രാബ്സ്. ആംബിയൻസ് വാസ് ഫൈൻ, ഫുഡ് വാസ് ആവറേജ്. നമ്മളിവിടെ പോയ മെയിൻ റീസൺ ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ വർക്കബിൾ ഡിസ്റ്റൻസ് ഫ്രം അവർ ഹോം സ്റ്റേ. അതുകൊണ്ട് തന്നെ നമുക്കധികം ആലോചിക്കേണ്ടി വന്നില്ല. ആൻഡ് വി വെർ ഓൾറെഡി ഹംഗ്രി. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രൈസ് പെർ പേഴ്സൺ കംസ് അറൌണ്ട് 200 to 300 rupees. ഗോവയിൽ പ്ലേസസ് ഒക്കെ കവർ ചെയ്യാൻ വി ഹാവ് 2 options. Either rent a vehicle or book a cab. So if you are renting a vehicle, it's affordable. You can go whenever you want. But the problem is you cannot drink and drive, okay? But when it comes to cab, if you are a first timer, then you can book a cab because നിങ്ങൾക്ക് സ്ഥലത്തിനെ പറ്റി അധികം അറിയില്ലായിരിക്കും, or maybe റൂട്ടിനെ പറ്റി അത്ര പരിചയമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ you can book a cab. Or if you want to drink, then maybe book a cab and valid license illengil. And if you don't want to take that tension of like traveling to different places, you can book a cab. But cab nu parayumbol korch expensive aayirikkum. So for us, we booked a cab because only me and my friend had license. അതുകൊണ്ട് തന്നെ we booked a 7-seater Ertiga. And yeah, for us it was 6,600 rupees for like 2 days. And they have rules that we have to follow, like 9 hours മാത്രമാണ് time ഉള്ള. And after, if we exceed that limit, then we have to pay them extra. And like 11 PM or something കഴിഞ്ഞ പിന്നെ we have to like pay them more than what is the actual fare. And in the evening we started exploring. Our first spot was Anjuna Beach. You know that feeling when you have been looking forward to see places here and somehow it feels even better than you imagined. That's how Anjuna felt. We just wandered one stall to another, stopping whenever something caught our eye.
എല്ലാ കോർണേഴ്സിലും എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. Then came the beach. You walk, listen to the waves, and let the sea breeze do its thing. While some of my friends adrenaline തപ്പി വാട്ടർ സ്പോർട്സിൽ പോയപ്പോൾ I was busy in taking every little moment around me. As the sky grew darker, the beach lights started to glow, and Anjuna felt even more magical. One of those moments that reminds you why people fall in love with Goa. After that, we headed to Anjuna's rocky side. നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും നേരെ ഇരുട്ടായിരുന്നു. പക്ഷെ ആ ഇരുട്ടിൽ പോലും ആ സ്ഥലത്തിന് അതിൻ്റേതായ പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. തിരമാലകൾ കല്ലിലേക്ക് വന്ന് അടിക്കുമ്പോഴും ചുറ്റും ഒരു ശാന്തത അനുഭവപ്പെടും. Honestly, I wish we had reached a little earlier because it was one of those spots that would be even more stunning in the daylight. So after Anjuna, we came back to our room. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ ഡിന്നറിന് പോയത്. സോ വാട്ടർ സ്പോർട്സ് ഒക്കെ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അഞ്ജുന ഇസ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ ദാറ്റ് ബിക്കോസ് ആഫ്റ്റർ യു കം ബാക്ക് യു ക്യാൻ ചേഞ്ച് യുവർ ഡ്രസ് ആൻഡ് ദെൻ ഗോ ഫോർ ഡിന്നർ. With the day slowly coming to an end, our next stop was Britos at Baga Beach. കുറേ എക്സ്പ്ലോറിങ്ങിൻ്റെ ഒക്കെ ശേഷം ഇരുന്ന് ചിൽ ചെയ്യാനും അടിപൊളി ഫുഡ് എൻജോയ് ചെയ്ത് ബീച്ച് ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട്. നല്ല തണുത്ത കാറ്റും ആ കാമിങ് വേവ്സിൻ്റെ സൗണ്ടും ഒക്കെ ഒരു ആഡ് ഓൺ ആയിരുന്നു. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഡിഡ്ന്റ് ഡിസപ്പോയിൻറ്റ്. എവറിത്തിങ് വാസ് സോ ഡിലീഷ്യസ്. ബട്ട് ഐ ഹാവ് ടു സേ ദ പനീർ ദർ വാസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. So soft and flavorful. Good food, good company, beachside view. A perfect way to wrap the day. Dinner ഒക്കെ കഴിഞ്ഞ് we spent some time exploring Baga Beach. And this place I have to tell you, മൊത്തം ഷോർലൈൻ ലൈറ്റ്സും മ്യൂസിക്കും എല്ലാവരും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുമായിരുന്നു. ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റ്സ്, ഫുഡ് സ്പോട്ട്സ്, പബ്സ്, DJ, the whole place felt alive. A completely different vibe. Even though we didn't stay for long, it was fun to walk around and experience the nightlife that Baga is famous for. With all that, we called it a day and headed back to our homestay, ready for whatever Goa had planned for us the next day. After an amazing first day in Goa, we woke up excited for the second day. റെഡിയായി ഇന്നത്തെ പരിപാടി പ്ലാൻ ചെയ്ത് ഒന്ന് ഉഷാറാവാൻ വേണ്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിട്ടു. Our first stop was Infant Area. നമ്മൾ ഗോവ വിസിറ്റ് ചെയ്തത് ക്രിസ്മസ് സീസണിലായതുകൊണ്ട് തന്നെ കഫേ അവർ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് സച്ച് എ ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയർ. എവിടെ നോക്കിയാലും ദ വെൽ ലൈറ്റ്സ്, ഓർണമെൻറ്റ്സ് ആൻഡ് ലിറ്റിൽ ഡീറ്റെയിൽസ് ദാറ്റ് മെയ്ഡ് ദ പ്ലേസ് സ്പെഷ്യൽ ആൻഡ് എ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അങ്ങോട്ട് ആവട്ടെ എന്ന് വിചാരിച്ചു. ടോസ്റ്റും പാൻകേക്സും അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ കഴിച്ചു. ഇവിടുത്തെ പ്രൈസ് പെർ പേഴ്സൺ വാസ് 250 to 300 rupees. ഇത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട്. Our next stop was Aguada Fort, one of Goa's most well-known landmarks. ഫോർട്ടിൻ്റെ അകത്തോട്ട് പോകുമ്പോഴും നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റെപ്സും ഓരോ കാഴ്ചകളും ആ ഫോർട്ടിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ടായിരുന്നു. 17ാം നൂറ്റാണ്ട് പഴക്കമുള്ള ഈ ഫോർട്ടിന് കൂട്ടായാണ് നമ്മുടെ അറബിക്കടൽ നിൽക്കുന്നത്. ഈ ഫോർട്ട് അതിന് അതിൻ്റെതായ ഒരു യുണീക്ക് ചാം ഉണ്ടായിരുന്നു. ചുവന്ന കല്ലുകൊണ്ടുകൊണ്ട് നിർമ്മിച്ച ആ ചുമരുകളും ആ ഓപ്പൺ പാത്വേസ്, പിന്നെ ആ ബ്രെത്ത് ടേക്കിംഗ് സീ വ്യൂ. എവിടെ നോക്കിയാലും ദർ വാസ് സംതിങ് വർത്ത് സ്റ്റോപ്പിംഗ് ഫോർ. അതിപ്പോൾ ആർക്കിടെക്ചർ ആവട്ടെ കടലാവട്ടെ, ദാറ്റ് ഹിസ്റ്ററി ഹാഡ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. ആൻഡ് അവർ നെക്സ്റ്റ് സ്പോട്ട് വാസ് കോക്കോ ബീച്ച്. നിങ്ങൾ ഇതുവരെ ഡോൾഫിൻസിനെ കണ്ടിട്ടുണ്ടോ? അതോ ഇനി ഡോൾഫിൻസിനെ കാണാൻ താല്പര്യമുള്ള ആളാണോ? ദെൻ കോക്കോ ബീച്ച് ഇസ് എ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ യു. അങ്ങനെ എന്തായാലും വന്നതല്ലേ, ഡോൾഫിൻസിനെ കാണാൻ വേണ്ടി നമ്മളും സെറ്റാക്കി മോനെ ഒരു ബോട്ട്. 400 rupees പെർ പേഴ്സൺ ആയിരുന്നു ബോട്ടിൻ്റെ ചാർജ്. അങ്ങനെ ഞങ്ങളും കയറി ബോട്ട് നടുകടലിലോട്ട് പോകാൻ, നമ്മുടെ ഡോൾഫിൻസിനെ കാണാനേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് വി ആർ ആക്ച്വലി ഇൻ ദ മിഡിൽ ഓഫ് ദി സീ.
and all you can see is the endless stretch of ocean. Then we spotted it, the dolphins. ഒരു സെക്കൻഡ് മിസ്സായ പിന്നെ കിട്ടൂല. സംതിങ് ദറ്റ് ലാസ്റ്റഡ് ഫ്യൂ സെക്കൻഡ്സ് ബട്ട് സംഹൗ ദാറ്റ്സ് വാട്ട് മെയ്ഡ് ഇറ്റ് എക്സൈറ്റിംഗ്. അടുത്തതായി എത്തിയത് ഫോണ്ടൈനസിലാണ്, ഓഫൻ നോൺ ആസ് ഗോവാസ് ലാറ്റിൻ ക്വാർട്ടർ. സത്യം പറഞ്ഞാൽ ഹിയർ യുൽ സീ അനദർ ഫേസ് ഓഫ് ഗോവ. ഇറ്റ് ഫെൽറ്റ് ലൈക്ക് എക്സ്പ്ലോറിംഗ് എ ലിവിംഗ് പോസ്റ്റ് കാർഡ്. കളർഫുൾ കോർണേഴ്സ്, പഴയ പോർച്ചുഗീസ് ആർക്കിടെക്ചർ, ഇറ്റ് ഹാഡ് എ ക്യാരക്ടർ ഓൺ ഇറ്റ്സ് ഓൺ. ഫോണ്ടൈനാസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഇടയിൽ ഞങ്ങൾ 31 Itinerary ബേക്കറിയിൽ ഒന്ന് കയറി. ദിസ് ഇസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ബേക്കറീസ് ഇൻ ഗോവ. 1930 മുതലേ ഈ ബേക്കറി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം എസ്തറ്റിക് വൈബ്സും ആ തിരക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇറ്റ് വാസ് സംതിങ് വർത്ത് ട്രൈങ് ഫോർ എൻ. ഈ ചില സ്ഥലങ്ങൾ അട്രാക്ഷൻ കൊണ്ടാണ് ഓർമ്മയിൽ നിൽക്കുന്നത്, അതേപോലെ ചില സ്ഥലങ്ങൾ അവിടെ ചിലവഴിക്കുന്ന സമയം കൊണ്ട്. ഈ ബേക്കറി രണ്ടാമത്തെ കാറ്റഗറിയിലാണ് പെടുന്നത്. ഗോവ എന്ന് കേട്ടാൽ ബീച്ച് മാത്രമാണ് മനസ്സിൽ വരുന്നതെങ്കിൽ ഫോണ്ടൈനാസ് അത് മാറ്റി ചിന്തിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. We had to try something, so we ordered pastries, cheesecakes, tarts and some drinks. ഇത്രയും ഹിസ്റ്ററിയുള്ള ബേക്കറിയിൽ നിന്ന് ഒന്ന് റിഫ്രഷ് ആവാൻ പറ്റിയത് ഫോണ്ടൈനാസ് എക്സ്പ്ലോറേഷനിൽ ഒരു നല്ല ബ്രേക്കായി മാറി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബസിലിക്ക ഓഫ് ബോം ജീസസ് കാണാൻ പോയി. ആദ്യം കാണുമ്പോൾ യു മേ ഫീൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എനി അതർ ചർച്ച്. പക്ഷെ നിങ്ങൾക്കറിയോ ഇവിടെ എന്താ ഇത്രയും ടൂറിസ്റ്റും വിശ്വാസികളൊക്കെ വരുന്നതെന്ന്? For those who don't know, inside Basilica lies the mortal remains of Saint Francis Xavier, a missionary who arrived in Goa 500 years ago, and even today അദ്ദേഹത്തിൻ്റെ ബോഡി അവിടെ പ്രിസർവ്ഡ് ആണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ആർക്കിയോളജിക്കൽ മ്യൂസിയമും പോയി കണ്ടു. ഒരു സ്ഥലം കാണുമ്പോൾ അതിൻ്റെ പ്രസൻറ്റ് മാത്രമല്ല അതിൻ്റെ കഥകളും കണ്ടറിയണം എന്നോർമ്മിപ്പിച്ചൊരു സ്റ്റോപ്പായിരുന്നു ഇത്. ഡിന്നറിനായി ഞങ്ങൾ ജസ്റ്റ് ലോബോസിലെത്തി. ഗോവയിൽ നമ്മൾ പോയ ഓരോ റെസ്റ്റോറൻറ്റ്സിനും അതിൻ്റെതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എവറിത്തിങ് വി ഓർഡേർഡ് വാസ് ഗുഡ് ആൻഡ് ഇറ്റ് റിയലി ഗേവ് us the time to relax. The price here per person was 200 to 300 rupees. വഴിയിലൊരു ഗോവ കല്യാണം കാണാനുള്ള ചാൻസ് നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ലോബോസ് നടന്നിട്ടാണ് കലങ്കുട്ടെ ബീച്ചിലേക്ക് പോയത്. ഈ ബീച്ച് was similar to Baga when it comes to lighting and ambience, but I would say more on the calmer side. കുറച്ചു നേരം വേവ്സ് ഒക്കെ കണ്ടിരുന്നു. നമ്മൾ ഹോം സ്റ്റേയിലേക്ക് തിരിച്ചു. We ended our second day tired but happy and satisfied. On day 3 we had to check out in the morning because day 3 was to explore South Goa because our return ticket is from Madgaon. So അതുകൊണ്ട് തന്നെ we thought of exploring South Goa on the third day. Unnecessary luggage ഒക്കെ എടുത്തിട്ട് നമ്മൾ കാബോഡെ രാമ കാണാൻ പോകണ്ടല്ലോ. അതുകൊണ്ട് തന്നെ we kept our luggages in the clock room in Madgaon station and then we booked a taxi from there. Something to note, there are no autos in Goa. So നമ്മളുടെ ഹോം സ്റ്റേ എന്ന് പറയുന്നത് കുറച്ച് അകത്തോട്ടാണ്. അതുകൊണ്ട് തന്നെ ഡേ 3 നമ്മൾ മഡ്ഗാവിലേക്ക് ബസ്സിൽ പോവുകയാണെങ്കിൽ വി ഹാഡ് ടു ഗോ ടു ദ ബസ് സ്റ്റോപ്പ് ഫസ്റ്റ് ടു ക്യാച്ച് ബസ് ടു പഞ്ചിം. അത് കഴിഞ്ഞിട്ട് പഞ്ചിൽ നിന്ന് നമ്മൾ മഡ്ഗാവിലോട്ട് എന്നെ ഒരു ബസ് പിടിച്ചിട്ടാണ് പോകുന്നത്. വി ചൂസ് ബസ് ബിക്കോസ് ടാക്സി ഡ്രൈവർ ടോൾഡ് us വി ഹാവ് ടു പേ ഹിം അബൌട്ട് 1500 rupees സ്റ്റേഷൻ വരെ പോകാൻ വേണ്ടി. നമ്മൾ ബസ്സിൽ പോയതുകൊണ്ട് തന്നെ ആർ ജേർണി ടു മഡ്ഗാവൻ വാസ് ജസ്റ്റ് അണ്ടർ 150 rupees. സോ 1500 or 150 അവിടെ. അങ്ങനെ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി സൗത്ത് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ. ഓൺ ദ വേ ഇൻഫൻറ്റേരിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ കലങ്കോട്ട ബസ് സ്റ്റോപ്പിലോട്ട് വരും. അവിടുന്ന് ബസ് കയറി നമ്മൾക്ക് പോകേണ്ടത് പഞ്ചിമിലോട്ടാണ്. പഞ്ചിമിൽ നിന്ന് നിങ്ങൾക്ക് അടിപൊളി ഇലക്ട്രിക് ബസ് കിട്ടും മഡ്ഗാവിലേക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു ഇത്രയും നല്ല ബസ്സായിരിക്കുന്ന. അങ്ങനെ മഡ്ഗാവൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ പോയി ക്ലോക്ക് റൂമിൽ നമ്മളെ ലഗേജും വെച്ച് അവിടുന്ന് ടാക്സി പിടിച്ച് നമ്മൾ കാബോഡെ റാമോയിലോട്ട് പോയി. കേപ്പ് ഗോവ തരുന്ന വ്യൂ ഇസ് സംതിങ് യു വിൽ ഓൾവേസ് റിമെമ്പർ വെൻ യു തിങ്ക് ഓഫ് ഗോവ. ക്ലിഫ് സൈഡിലാണ് ഈ പ്ലേസ് ആൻഡ് ദ വ്യൂ ഇസ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ആകാശവും കടലും ഒന്നിക്കുന്ന ആ നീല, അതിനെ ബാലൻസ് ചെയ്യാൻ ചുറ്റുമുള്ള ആ പച്ചപ്പ്. കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഫുഡ് നന്നായിരുന്നു. പ്രസൻറ്റേഷനും ലൊക്കേഷനും ഒക്കെ ആ എക്സ്പീരിയൻസിനെ കൂടുതൽ എൻജോയബിൾ ആക്കി.
പക്ഷേ സത്യം പറഞ്ഞാൽ പ്രൈസസ് കുറച്ച് പ്രീമിയം സൈഡിലായിരുന്നു. എന്നാലും ആ ലൊക്കേഷനിലിരുന്ന് ഫുഡ് കഴിക്കുന്നത് എക്സ്പീരിയൻസിൻ്റെ ഭാഗം പോലെ തോന്നി. പെബിൾ ബീച്ച് ആയിരുന്നു നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട്. നമ്മളിവിടെ ഇരുന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ എൻജോയ് ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് വെരി പീസ്ഫുൾ. ഈ ബീച്ചിൻ്റെ പ്രത്യേകത അതിൻ്റെ കല്ലുകളാണ്. ആൻഡ് എവറി ടൈം ദ വേവ്സ് ഹിറ്റ് ദീസ് റോക്സ്, ദ സൗണ്ട് ഓഫ് വേവ്സ് അലോങ് വിത്ത് ദ വിൻഡ് ഗഷിങ് ഫെൽ ലൈക്ക് എ തെറാപ്പി. എന്നിട്ട് കുറച്ച് ടൈം ബാക്കിയുള്ളത് കൊണ്ട് വി വെൻറ്റ് ബാക്ക് ടു കീപ് ഗോവ. അവിടുന്ന് സൺസെറ്റും കണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് തിരിച്ചു. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് സപ്പർ സൗത്ത് ഗോവയിൽ തന്നെ ആവാമെന്ന് വിചാരിച്ചു. കാരണം അടുത്ത സൂപ്പർ ഫാസ്റ്റ് കയറി നമുക്ക് തിരിച്ചു പോകാനുള്ളതായിരുന്നു. ദിസ് ഈസ് ജോൺസി റെസ്റ്റോറൻറ്റ് ഇൻ ബെനോലിം, ഗോവ. Sitting at that fancy decorated table, it almost felt like we were the main characters in Goa's story for the night. There was something about that evening, the lights, live music, food. It felt like Goa had saved its last memorable scene just for us. A perfect farewell before we said goodbye. അവസാനമായിട്ടൊന്ന് ബീച്ചിൽ പോയി നമ്മൾ ഗോവയോട് അങ്ങനെ വിട പറഞ്ഞു. മഡ്ഗാവിൽ നിന്ന് ട്രെയിൻ കയറിയ നമ്മൾ ഏകദേശം 1:30 ആകുമ്പോഴത്തേക്ക് ഉടുപ്പെത്തി. നമ്മളെത്തുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും അവിടെ വെയിറ്റിംഗ് ആയിരുന്നു നമ്മൾ പിക്ക് ചെയ്യാൻ. അങ്ങനെ എല്ലാവരെയും നമ്മൾ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോയി. സോ ഗോവയിലെ ഈ യാത്ര നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എന്നും ഗോവ പോയാലോ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ഐറ്റിനറി ഇല്ല, പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ക്യാൻസൽ ചെയ്യുന്നത് നിങ്ങൾ ആ ഗ്രൂപ്പിന് സെൻഡ് ചെയ്യും. ആൻഡ് ടേക്ക് ഇറ്റ് ആസ് എ സൈൻ ടു പ്ലാൻ എ ട്രിപ്പ് ടു ഗോവ. ഗോവ ഓൾറെഡി പോയിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട്സ്, ഹിഡൻ സ്പോട്ട്സ്, ഫുഡ് സ്പോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുക കമൻറ്റ് സെക്ഷനിൽ. നെക്സ്റ്റ് ടൈം ഞാൻ ഗോവ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ സജഷൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാം.